രംഗത്തേക്ക് വരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടാവുന്നു. വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിലുള്ള വിമർശനം ഉൾപ്പെടെ അവരുടെ പാർട്ടിക്കുള്ളിൽ എന്ത് നടന്നു എന്നതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. പക്ഷെ ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനും പാർട്ടി സഖാവിനും ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറമല്ലേ സത്യത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ. ഒന്നും രണ്ടും മൂന്നുമല്ലല്ലോ. ഇതിനു മുമ്പും അദ്ദേഹത്തിനെതിരായി ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങൾ മാധ്യമങ്ങളിലൂടെ തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ. ഒരു നടപടിയും സ്വീകരിച്ചില്ലല്ലോ. അതൊക്കെ അവരുടെ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്ന് വേണമെങ്കിൽ വിലയിരുത്താം. പക്ഷെ ഇപ്പോൾ അതല്ലല്ലോ. ഒരു കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്നിട്ടുള്ള പരാതികളാണ്. അതാണ് അതിന്റെ സിഗ്നിഫിക്കൻസ്, അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പിൻബലത്തിൽ വന്നിട്ടുള്ള പരാതികളാണ് ഈ പരാതികൾ. സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ആർജവത്തോടുകൂടി കൊടുത്തിട്ടുള്ളത്. ആ പരാതിയുടെ നിജസ്ഥിതി, അതിന്റെ മെറിറ്റിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിൽ രാഷ്ട്രീയ ധാർമ്മികത, ആ വാക്ക് ഞാൻ ആവർത്തിച്ച് പറയുന്നു, രാഷ്ട്രീയ ധാർമ്മികത തോന്നേണ്ടത് മുകേഷിനല്ല. മുകേഷ് ഒരു ഫിലിം സ്റ്റാർ ആണ്, മുകേഷ് ഒരു പൊളിറ്റീഷ്യനാണ് എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ 2 പ്രാവശ്യം നിയമസഭയിലേക്കും 1 പ്രാവശ്യം ലോക്സഭയിലേക്കും മത്സരിക്കാൻ അവസരം കൊടുത്ത പാർട്ടി നേതൃത്വമാണ് ഈ കാര്യത്തിൽ രാഷ്ട്രീയ ധാർമ്മികതയെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ രാജിയെ സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കേണ്ടത്. അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ്, സിനിമാ താരമാണ്, മലയാളക്കര ഇഷ്ടപ്പെടുന്ന ഒരു സിനിമാ താരമാണ്, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ഇവിടുത്തെ പ്രശ്നം മുകേഷ് അല്ല, ഇവിടുത്തെ പ്രശ്നം CPM ആണ്. സംസ്ഥാനം ഭരിക്കുന്ന CPMന്റെ നേതൃത്വമാണ്. രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിൽ മറ്റുള്ളവരെ മുഴുവൻ പ്രതിക്കൂട്ടിൽ നിർത്തി കുറ്റവിചാരണ നടത്തി അവരുടെ രാജിക്ക് വേണ്ടി റോഡ് തടഞ്ഞ്, വീട് തടഞ്ഞ്, അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചുകൊണ്ട് അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത CPMന്റെ രാഷ്ട്രീയ ധാർമ്മികതയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. മുകേഷിന്റെ ധാർമ്മികതയല്ല കേരളം ചോദ്യം ചെയ്യപ്പെടുന്നത്. ഞാൻ പറയല്ല, എന്തുകൊണ്ട് അമ്മയുടെ അധികൃതർ, അമ്മയുടെ ഭാരവാഹികൾ എടുത്ത ഒരു രാഷ്ട്രീയ ധാർമ്മികത ഇപ്പോഴും ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ളവർ, പ്രതിനിധികളായിട്ടുള്ള അല്ലെങ്കിൽ ഭാരവാഹികളായിട്ടുള്ള ആത്മയിൽ ഉണ്ടാകുന്നില്ല. കൊല്ലം MP ആണ് ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരുന്നത് മുകേഷുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണം എന്നാണ്. ഒരു രാഷ്ട്രീയക്കാരനായി മുകേഷിനെ ഞാൻ താൻ കാണുന്നില്ലെങ്കിൽ കൂടി ഇപ്പോൾ ഒരു രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിൽ ആ സ്ഥാനം രാജിവെക്കുന്നതാണ് ഉചിതം എന്നാണ് ഇപ്പോൾ NK പ്രേമചന്ദ്രൻ അഭിപ്രായപ്പെട്ടത്. CPMന്റെ ലേബലിൽ ആ പാർട്ടിക്ക് വേണ്ടി മത്സരിച്ച് ജയിച്ചയാളാണ് മുകേഷ്. അപ്പോൾ നിലവിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ NK പ്രേമചന്ദ്രൻ MP ഉയർത്തിയിരിക്കുന്നത്. തിരികെ എത്താൻ മറ്റു വാർത്തകളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം.